നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് സ്വാഗതം. ബയോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും വിശദമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്, ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. 24 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ്? ആർത്രോസ്ക്ലെറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതം, പ്രമേഹം. കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏതാണ്? സാധ്യതയില്ലാത്ത അവസ്ഥയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ പക്ഷാഘാതമാണ്. പക്ഷാഘാതം എന്ന് പറയുന്നത് എന്താണ്? മസ്തിഷ്കത്തിന് വേണ്ടത്ര രക്തം ലഭിക്കാതെ വരുമ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾക്ക് കേടുവരുന്നു. അതാണെന്ത്? പക്ഷാഘാതം. മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ തലച്ചോറ്, നമ്മുടെ ബ്രെയിൻ. മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് ബ്ലഡ് വരാതെ വന്നാൽ ആ ഭാഗങ്ങൾക്ക് കേടുവരുന്നു. അതാണെന്ത്? പക്ഷാഘാതത്തിന് കാരണമാകുന്നത്. ഇനി ബാക്കി മൂന്നുണ്ടല്ലേ, ആർത്രോസ്ക്ലെറോസിസ്, ഹൃദയാഘാതം, പ്രമേഹം. ഇത് മൂന്നും എന്താണ്? ബ്ലഡിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാവുന്ന അസുഖങ്ങളാണ് എന്തൊക്കെ? ആർത്രോസ്ക്ലെറോസിസും ഹൃദയാഘാതവും പ്രമേഹം തുടങ്ങിയവ. ഇതിൽ ആർത്രോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഹൃദയധമനിയിൽ കൊഴുപ്പ് അടിയുന്നതിൻ്റെ ഫലമായിട്ട് അല്ലേ, അവയുടെ ഉൾഭാഗത്ത് എന്താണ്? വ്യാസം കുറയുന്നു അല്ലേ. അതിൻ്റെ അകത്ത് ബ്ലഡ് വെസൽസ് ഉണ്ടെങ്കിൽ, ഹൃദയധമനിയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഇവിടെ വന്ന് എന്താണ് കൊഴുപ്പടിയുമ്പോൾ ഇതിനകത്തുള്ള വ്യാപ്തം കുറയുന്നു. അപ്പോൾ ബ്ലഡിന് പോകാനുള്ള ഫ്ലോയിഡ്, ആ ഒഴുക്ക് തടസ്സപ്പെടും, മന്ദഗതിയിലാവും അല്ലേ. അതാണെന്ത്? ആർത്രോസ്ക്ലെറോസിസ് എന്ന് പറയുക. അപ്പോൾ ഹൃദയധമനികളിൽ കൊഴുപ്പടിയുന്നതിൻ്റെ ഫലമായി അല്ലേ, അവിടെ ഉൾവശത്തുള്ള വ്യാസം കുറയുകയും രക്തപ്രവാഹം, ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ എന്തുണ്ടാവും? ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, BP കയറി കൂടുകയും ചെയ്യും. അതാണെന്ത്? ആർത്രോസ്ക്ലെറോസിസ് എന്ന് പറയുക. ആർത്രോസ്ക്ലെറോസിസ് അതാണ്. ഓക്കെ, ഹൃദയധമനിയുടെ ഉൾഭാഗത്ത് കൊഴുപ്പടിയുന്നതാണ്. ഇനി ഹൃദയാഘാതവും പ്രമേഹവും എങ്ങനെ തന്നെ ഉണ്ടാകുന്നതാണ്? കൊഴുപ്പടിയുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണെന്ത്? കൊഴുപ്പടിയുമ്പോൾ ബ്ലഡ് വെസൽസിൽ കൊഴുപ്പടിയുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? രക്തസമ്മർദ്ദം, BP കൂടുന്നു. അങ്ങനെ എന്തുണ്ടാകുന്നുണ്ട്? പ്രമേഹം ഉണ്ടാകാം, ഹൃദയാഘാതവും ഉണ്ട് അല്ലേ. പ്രമേഹവും ഹൃദയാഘാതവും ഉണ്ടാകും. ഓക്കെ അല്ലേ. അപ്പോൾ മർദ്ദം വർദ്ധിക്കുമ്പോൾ BP കൂടുമ്പോഴാണ് ശരിക്കും എന്താ? ഇത് രണ്ടും, പ്രമേഹവും അങ്ങനെ ഉണ്ടാകും, ഹൃദയാഘാതവും ഉണ്ടാകാം. ഓക്കെ, കൊഴുപ്പ് കൂടിയാൽ ആർത്രോസ്ക്ലെറോസിസും ഹൃദയാഘാതവും പ്രമേഹവും ഉണ്ടാകും അല്ലേ. എന്നാൽ പക്ഷാഘാതം എന്താണ്? മസ്തിഷ്ക ഭാഗങ്ങളിലേക്ക് ബ്ലഡ് എത്താതെ വരുമ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾക്ക് എന്താണെന്നുണ്ട്? കേട് വരുന്നുണ്ട് അല്ലേ, നശിച്ചു പോകുന്നു. അതാണെന്ത്? പക്ഷാഘാതം. അങ്ങനെ ബാക്കി സിംറ്റംസ് പിന്നീട് ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ കാര്യം. നെക്സ്റ്റ് വൺ, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഇവിടെ നമ്മുടെ ആൻസർ ഏതാണ്? ലിംഫോസൈറ്റാണ് നമ്മുടെ ആൻസർ അല്ലേ. ലിംഫോസൈറ്റാണ് നമ്മുടെ ആൻസർ. ലിംഫോസൈറ്റാണ് ആൻസർ. അപ്പോൾ നോക്കാം. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുക അല്ലേ. അതായത് HIV ഏതിനെയാണ്? ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി രോഗമാണ് ഏത്? എയ്ഡ്സ് അല്ലേ. ഒരു ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണെന്ത്? എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ. ഇനിയും ഇതൊരു RNA വൈറസാണ്. ഇത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അല്ലേ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ് ഇത് HIV എന്ന് പറഞ്ഞ സാധനം. അതാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ് ഇത് HIV എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു RNA വൈറസാണ്. RNA വൈറസാണ് അല്ലേ. അതായത് ഇവിടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് റിട്രോ വൈറസ് എന്നും പറയാറുണ്ട്. RNA വൈറസാണ്. കൂടാതെ എന്താണ്? RNA വൈറസാണ്. കൂടെ നമുക്ക് എന്തും പറയാം? റിട്രോ വൈറസാണ് HIV. റിട്രോ വൈറസ് എന്നും കൂടി പറയാം. റിട്രോ വൈറസ് RNA വൈറസാണ്, റിട്രോ വൈറസുമാണ് ആര്? ഈ HIV എന്ന് പറഞ്ഞാൽ. ഇനി ഇവിടെ നിന്ന് പറഞ്ഞാൽ ലിംഫോസൈറ്റ് സ്പെസിഫിക് ആണെന്ന് പറയുമോ? ഹെൽപ്പർ T ലിംഫോസൈറ്റ് എന്നാണ് പറയുക. ഹെൽപ്പർ T ലിംഫോസൈറ്റിനെയാണ് ഈ HIV ആക്രമിക്കുക. ഹെൽപ്പർ T ലിംഫോസൈറ്റിനെയാണ് HIV ആക്രമിക്കുക അല്ലേ. ഇവിടെ
ഏതിനെ ബാധിക്കും നമുക്കെന്ത് പറയാം? ലിംഫോസൈറ്റ് നമുക്ക് എഴുതി വെക്കാം. ഹെൽപ്പർ ടി ലിംഫോസൈറ്റിനെയാണെന്ത് ഈ HIV ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ HIV ഈ ലിംഫോസൈറ്റിനെ ആക്രമിക്കുമ്പോൾ ഇല്ലേ അതിൽ WBCയുടെ ക്ഷതരക്താണുക്കളുടെ എണ്ണം കുറയുകയും ലുക്കീപ്പീനിയ അല്ലേ എന്ന അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഈ HIV ബാധ ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റ് എന്താണ്? പ്രഥമമായിട്ടും എന്താ പറയുന്നത്? എലീസ ടെസ്റ്റ് എന്താ പറയുക? എലീസ ടെസ്റ്റ് എന്നാ പറയുക. HIV എലീസ ടെസ്റ്റ് എന്നാ പറയുക. ഇല്ല, എന്നാൽ പരിശോധന കൃത്യമായിട്ട് അതിനെ സ്ഥിരീകരിക്കാൻ നമ്മൾ നടത്തുന്ന ടെസ്റ്റ് ഉണ്ട്. ഇതാണത് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. വെസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറയും. ഇത് പ്രാഥമികമായി അറിയുന്നതായിരിക്കും HIV. ഇത് കൺഫേം ആക്കും, ഉറപ്പാക്കുന്നല്ലേ. വെസ്റ്റേൺ ബ്ലോട്ട് കേട്ടോ, ബ്ലോട്ട് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി നോക്കിയാൽ നമുക്കിവിടെ ബാക്കി ന്യൂട്രോഫിൽസും മോണോഫിൽസും ബേസോഫിൽസും. ഇത് മൂന്നും എന്താണ്? ന്യൂട്രോഫിൽസും മോണോഫിൽസും ബേസോഫിൽസും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ഇപ്പോൾ ലിംഫോസൈറ്റ് WBCയുടെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശ്വേതരക്താണുക്കൾ അല്ലേ എന്ന് പറയാം. ശ്വേതരക്താണുക്കൾ എങ്ങനെയാണ്? നമ്മുടെ ബ്ലഡിലുള്ള RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. 3 ഘടകങ്ങളല്ലേ വരിക. അതിൽ WBC ആണ് ശ്വേതരക്താണുക്കൾ. അതിലെന്താണ്? ആ ശ്വേതരക്താണു WBC തന്നെ 5 എണ്ണം ഉണ്ട്. അതിൽ 5 ഭാഗമുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ന്യൂട്രോഫിൽസ്, പിന്നെ ഈസ്നോഫിൽസ്, ബേസോഫിൽസ്. ന്യൂട്രോഫിൽസ്, പിന്നീട് ഈസ്നോഫിൽസ്, ബേസോഫിൽസ്, ദെൻ മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. അങ്ങനെ 5 എണ്ണമാണ് ഇവിടെ വരിക. ഇവിടെ ഇതിൽ WBCയിൽ ഉണ്ടാകുന്നത് 5 എണ്ണമാണ് WBCയിൽ കണ്ടുവരിക. ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് WBCയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആര് തന്നെയാണ്? ന്യൂട്രോഫിൽസാണ്. ഏറ്റവും കൂടുതൽ 65%ഓളം 70ഓളം ന്യൂട്രോഫിൽസാണ്. 75 അല്ലെങ്കിൽ 70%ഓളം കാണുന്നത് ന്യൂട്രോഫിൽസാണ്. 75% കാണുന്നത് എന്താണ്? ന്യൂട്രോഫിൽസ് തന്നെയാണ്. ഇവിടെ ധർമ്മം എന്താണ്? ഫങ്ഷൻ എന്താണ്? പ്രവർത്തനം എന്താണ്? രോഗാണുബാധയിൽ നിന്നും ശരീരത്തെ രക്ഷിക്കുന്നതാണ് ന്യൂട്രോഫിൽസിൻ്റെ അല്ലേ. രോഗാണുബാധയിൽ നിന്നും രോഗാണുക്കൾ വന്ന് ആക്രമിക്കാതിരിക്കുക അല്ലേ. ആക്രമിക്കുമ്പോൾ അതിൽ നമ്മൾ രക്ഷിക്കുന്ന ആരാണ്? ഈ ന്യൂട്രോഫിൽസാണ്. ഇവയ്ക്കൊരു പേരെന്താണ്? സോൾജിയേഴ്സ് ഓഫ് ദി ബോഡി അല്ലേ. പഠിച്ചിട്ട് സോൾജിയേഴ്സ് ഓഫ് ദി ബോഡി എന്നാണ് പറയുക. ഇനി അടുത്ത് നോക്കാം. ഈ സ്നോഫിൽ എന്താണ്? അവരും പ്രതിരോധിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അലർജി ഉണ്ടാക്കുന്ന ഘട്ടങ്ങളിലാണ് എന്ത് പറയുക? ഈ നമ്മൾ തുമ്മത്തില്ലേ, അപ്പോഴൊക്കെ ഈസ്നോഫിലിയ എന്നൊക്കെ പറയില്ലേ. അപ്പം അലർജി ബന്ധപ്പെട്ടതാണ് വാക്ക്, അതാണ് ഈസ്നോഫിലിയാണ് അല്ലേ. നെക്സ്റ്റ് ആണ് ബേസോഫിൽ എന്ന് പറയുമ്പോൾ അത് ഹിസ്റ്റമിൻ നിർമ്മിക്കുന്നത്. അതും അലർജി ബന്ധപ്പെട്ടാണ് ഹിസ്റ്റമിൻ നിർമ്മിക്കുന്നത്. ഹിസ്റ്റമിൻ എന്ന വാക്ക് ഓർത്തിരിക്കുക, ബേസോഫിൽസ് എന്ന് ഓർത്തിരിക്കുക. ബേസോഫിൽസ് കണക്റ്റഡ് വിത്ത് ആരുമായിട്ടാണ്? ഹിസ്റ്റമിനുമായിട്ടാണ്. ഇനി മോണോസൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മോണോസൈറ്റ് എന്ന് പറയുമ്പോൾ അവർ ഏറ്റവും വലിയ കോശം, WBCയിൽ ഏറ്റവും വലിയ കോശം ആരാണ്? ഈ മോണോസൈറ്റാണ് ഏറ്റവും വലിയ കോശം. WBCയിൽ 5 എണ്ണം ഉണ്ടതിൽ ഏറ്റവും വലിയ കോശം ആരാണ്? WBC ആണ്. ഓക്കെ, ഇതിൻ്റെ ഫങ്ഷൻ ധരിക്കണം. ബാക്കി എല്ലാവരും രോഗപ്രതിരോധശേഷിയാണെങ്കിലും ഇവർ മാത്രം എങ്ങനെയാണ് പ്രതിരോധിക്കുക? വിഴുങ്ങി നശിപ്പിക്കുക ചെയ്യുക. അതിന് വേറൊരു പേരെന്താണ്? ഫാഗോസൈറ്റോസിസ്. ഇപ്പോൾ മോണോസൈറ്റ് ഉണ്ടല്ലേ, ഏറ്റവും വലിയ WBCയിലെ ഏറ്റവും വലിയ കോശമാണ് മോണോസൈറ്റുകൾ. അത് എങ്ങനെയാണ് പ്രതിരോധിപ്പിക്കുന്നത്? രോഗാണു വരുമ്പോൾ അവരെ വിഴുങ്ങി നശിപ്പിക്കില്ലേ. ഇതകത്തേക്ക് കയറിയിട്ട് അതിനെ അകത്താക്കി വിഴുങ്ങി നശിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ രോഗാണു വരുമ്പോൾ അതിനെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ഫാഗോസൈറ്റോസിസ് വഴി ചെയ്യുന്ന ആരാണ്? മോണോസൈറ്റാണ്. ഓക്കെ, അപ്പോൾ WBC എന്ന് പറയുമ്പോൾ അതിനകത്തും ഇല്ല എന്തുകൊണ്ട് ഇവിടെ മോണോസൈറ്റ് ഉണ്ട്, ന്യൂട്രോഫിൽസ് ഉണ്ട്, ബേസോഫിൽസും പറഞ്ഞില്ലേ. ബേസോഫിൽസ് നിർമ്മിക്കുന്ന ഒരു പദാർത്ഥം എന്താണ്? ഹിസ്റ്റമിൻ. അലർജി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലേ. ഹിസ്റ്റമിൻ എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. ഈസ്നോഫിൽസ് അലർജി ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ഈസ്നോഫിൽസ് കൂടുതലാവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യന്, ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഓപ്ഷൻസിൽ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉണ്ട്,
അക്രോമെഗലി ഉണ്ട്, ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ട്, വാമനത്വം. നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്? ഡയബറ്റിസ് മെലിറ്റസ് ആണ് ആൻസർ അല്ലേ. അപ്പോൾ ഇവിടെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നൊരു അസുഖം കുഴപ്പമില്ലേ. നമ്മുടെ ആൻസർ ഇവിടെ മെലിറ്റസ് ആണ്. ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കത്തിൽ പറഞ്ഞാൽ ADHൻ്റെ പ്രവർത്തനം ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണെന്ത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ADHൻ്റെ പ്രവർത്തനം ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണെന്ത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞത്. അതായത് ADH ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? പീയൂഷഗ്രന്ഥിയാണ്. ADH ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? പീയൂഷഗ്രന്ഥിയാണ് ADH ഉൽപ്പാദിപ്പിക്കുക. പീയൂഷഗ്രന്ഥിയാണ് ADH എന്ന് വെച്ചാൽ ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ. പീയൂഷഗ്രന്ഥിയാണ് ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ ADH ഉൽപ്പാദിപ്പിക്കുക. ഇതിൻ്റെ ഉൽപ്പാദനം തകരാറിലാകുമ്പോൾ അല്ലേ, അവിടെ വൃക്കകളിൽ, കിഡ്നിയിൽ, അവിടെയാണ് പ്രവർത്തനം. കിഡ്നിയിൽ ജലത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരികയും അങ്ങനെ എന്താണ്, മൂത്രത്തിലൂടെ ധാരാളം ജലം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആ അവസ്ഥയാണെന്ത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ADHൻ്റെ കുറവുണ്ടാകുമ്പോഴാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാവുക. ഇനി ADHൻ്റെ ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നത് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? വൃക്കകളിലാണ്. വൃക്കകളിലെ വൃക്കാനാളികകൾ ഇല്ലേ. അതായത് ഇത് അപ്പോൾ മൽസ് ക്യാപ്സുലാണെങ്കിൽ ബാക്കി വരുന്ന ഭാഗമല്ലേ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വേറൊരു ലൂപ്പ് ഓഫ് കെല്ലി കഴിഞ്ഞിട്ട് ബാക്കി കളക്റ്റിംഗ് ട്യൂബിൾസ് ഒക്കെ ഉണ്ട്. അവിടെ എന്താ നടക്കുക? ലാസ്റ്റ് ഭാഗം അവിടെ എന്ത് നടക്കുക? ശരിക്കും പറഞ്ഞാൽ ജലത്തിൻ്റെ പുനരാകിരണം നടക്കുന്ന സ്ഥലം അവിടെയാണ്, വൃക്കകൾ വെച്ച് നടക്കുന്നുണ്ട്. വൃക്കനാളികകൾ എന്നാണ് പറയുക. അപ്പം ആ ഭാഗത്ത് വെച്ച് ജലത്തിൻ്റെ പുനരാകിരണം, നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ളത്രയും വെള്ളം വീണ്ടും ആഗിരണം ചെയ്യണമെങ്കിൽ ആര് വേണം? ADH വേണം. അങ്ങനെ ADH ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടത്ര വെള്ളം ബോഡിക്ക് കിട്ടാതെ വരികയും ഉള്ള വെള്ളം ഇതുവഴി പോകുന്നു, മൂത്രം വഴി പുറത്തേക്ക് പോകും. അങ്ങനെ ധാരാളം വെള്ളം, ധാരാളം ജലം അല്ലേ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണെന്ത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് നമ്മൾ പറയുക. ഓക്കെ, അടുത്തത് ഇവിടെ അക്രോമെഗലിയും വാമനത്വവും ഉണ്ട്. അക്രോമെഗാലിയും വാമനത്വം എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനം. ഏത് വരുന്നത് ഇവിടെ? സൊമാറ്റോട്രോപ്പിൻ. ഏതാണത്? സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോ ഫുഡ് ബന്ധപ്പെടുത്താം കേട്ടോ. സൊമാറ്റോട്രോപ്പിൻ അതായത് ഫുഡ്, സൊമാറ്റോ ഫുഡില്ലേ അവരതിനെ അങ്ങനെ ഇട്ടേക്കുന്നത്, ഓർത്താൽ മതി. അതും പീയൂഷഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇത് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ അതായത് ഇത് വണ്ണവും ഭാരവും ഒക്കെ സൊമാറ്റോ ബന്ധപ്പെടുത്തി വായിക്കാം. അപ്പോൾ അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രോമെഗാലി അതായത് പ്രായപൂർത്തി അതിന് ശേഷം ഈ സൊമാറ്റോട്രോപ്പിൻ്റെ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ അത് അക്രോമെഗാലി രോഗത്തിന് കാരണമാകും. പ്രായപൂർത്തി ആയതിനു ശേഷവും സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായി പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടുതലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണെന്ന് അക്രോമെഗാലി. ഇനി വാമനത്വം എന്താണ്? വാമനം എന്ന് പറയുമ്പോൾ ചെറുതല്ലേ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? കുട്ടിക്കാലത്ത് സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു വരും അല്ലേ. ആവശ്യത്തിന് സൊമാറ്റോസ്റ്റാറ്റിൻ ഉണ്ടാകാതെ വരുമ്പോൾ ബോഡിയൊക്കെ അല്ലെങ്കിൽ ശരീരം എന്താണ്? മുരടിച്ച് വളർച്ച കുറഞ്ഞു വരുന്നു. ആ അവസ്ഥയാണെന്ത്? വാമനത്വം എന്ന് പറയുക അല്ലേ. വാമനത്വം അതായത് സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വളർച്ച മുരടിക്കുന്നു, അതാണ് വാമനത്വം. അതെപ്പോഴാണിത്? കുട്ടിക്കാലത്താണ്. അപ്പോൾ അക്രോമെഗാലിയും വാമനത്വം അതാണ്. ഓക്കെ, അത് 3 മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം സഹായിക്കുന്ന മൂലകം ഏതാണ്? ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? അറിയാം എല്ലാവർക്കും. ഇരുമ്പാണ്. ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം സഹായിക്കുന്ന മൂലകം ഇരുമ്പാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ അല്ലേ അതിന് ഒരു പോളിപെപ്റ്റൈഡാണ് ആര്? ഹീമോഗ്ലോബിൻ. പോളിപെപ്റ്റൈഡാണ് ഹീമോഗ്ലോബിൻ HB അല്ലേ. അതൊരു പോളിപെപ്റ്റൈഡാണ് ഹീമോഗ്ലോബിൻ. 2 ഭാഗമുണ്ട് ഇതിന്. ഒരു ഹീം പാർട്ട്, ഹീമോഗ്ലോബിൻ എഴുതുമ്പോഴത്തേക്കിന് ഹീം പാർട്ടുമുണ്ട്, ഗ്ലോബിൻ പാർട്ടുമുണ്ട്. വായിക്കാമല്ലോ. ഹീം പാർട്ടുമുണ്ട്, ഗ്ലോബിൻ പാർട്ടുമുണ്ട്. ഹീം എന്ന് പറയുമ്പോൾ ഇരുമ്പടങ്ങിയ ഭാഗമാണ് ഇത് ഹീം എന്ന് പറഞ്ഞാൽ. ഇരുമ്പ് അടങ്ങിയ ഭാഗമാണെന്ത്? ഹീം എന്ന് പറഞ്ഞാൽ. ബാക്കി ഗ്ലോബിൻ എന്ന് പറയുമ്പോൾ അത് പ്രോട്ടീൻ പാർട്ട്, മാംസ്യമാണ്, പ്രോട്ടീൻ പാർട്ടുമാണ്. അതുകൊണ്ട് നമ്മളെന്ത് പറഞ്ഞത്? ഇതിന് പോളിപെപ്റ്റൈഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിൻ 2 പാർട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഹീം പാർട്ട്, ഹീം എഴുത്തില്ലേ, ഹീം, അതാണ് ഹീം. ഹീമെന്നും ഗ്ലോബിനെന്നും ഉണ്ട്.
ഹീമിലാണ് എന്തുള്ളത്? ഇരുമ്പുണ്ട്. അപ്പോൾ ഇരുമ്പ് മീൻസ് അയൺ. 4 എണ്ണമാണ്, 4 ഹീം ഗ്രൂപ്പാണ് ഉള്ളത്. 4 എണ്ണമാണ് ഉള്ളത് കേട്ടോ. 4 നമ്പർ 4 ഓർത്തിരിക്കുക അവിടെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഗ്ലോബിൻ എന്താണ്? ഈ 4 ഹീം ഗ്രൂപ്പായിട്ട് കയറി ചേർന്നായിരിക്കുക. അങ്ങനെ ഒരു പോളിപെപ്റ്റൈഡായിട്ടാണ് കാണപ്പെടുക, ഈ ഹീമോഗ്ലോബിൻ കാണപ്പെടുക. ഓക്കെ. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ അതിൽ ഹീമോ ഉണ്ട്, ഗ്ലോബിനും ഉണ്ട്. ഹീമിലാണ് എന്തുള്ളത്? ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത് 4 എണ്ണമുണ്ടത്. പിന്നെ ഹീമോഗ്ലോബിനുള്ള പ്രോട്ടീൻ പാർട്ട് ഏതാണ്? പ്രോട്ടീൻ എന്ന് പറയുന്ന ഭാഗം ഏതാണ്? ഗ്ലോബിനാണ്. ഈ ഗ്ലോബിൻ എപ്പോഴും എന്താണ്? ഹീമിൻ്റെ കൂടെ ചേർന്നായിരിക്കുക. അതുകൊണ്ട് ഒന്നിച്ചാണ് അങ്ങനെ പോവുക. ഗ്ലോബിൻ പാർട്ട് എപ്പോഴും ഈ ഹീമോഗ്ലോബിൻ്റെ ഇരുമ്പിൻ്റെ ആ അയണുമായി 4 അയണുമായി ചേർന്ന് ഗ്രൂപ്പുമായി ചേർന്നിട്ട് ഒന്നിച്ചൊരു കോംപ്ലക്സ് ഫോമിലാണ്, അല്ലേ, സങ്കീർണമായ ഘടനയുള്ള ഫോമിലാണിത് പോവുക. അതാണ് എന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ് പോവുക. ഇനി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ശരിക്കും എന്തിനാ ഇരുമ്പൊക്കെ അടങ്ങിയെന്ന് ചോദിച്ചാൽ എന്താ പറയുക, അല്ലേ? ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ ശരിക്കും നമ്മുടെ ബോഡിയിൽ എന്താണ്? അത് അല്ലേ ആൽവിയോളിലൊക്കെ പോയിട്ട് അവിടെ ഇരിക്കുക. എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയുള്ള ഓക്സിജൻ, ആൽവിയോള എന്താണ്? ആൽവിയോള എന്ന് പറഞ്ഞാൽ വായുവറ. അതെവിടെയാണ്? ശ്വാസകോശത്തിനകത്തുണ്ട്, അല്ലേ, വായുവറകളുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെയുള്ള ഓക്സിജനുമായിട്ട് ആര് കമ്പൈൻ ചെയ്യുന്നുണ്ട്? കൂടിച്ചേരുന്നുണ്ട്? ഈ ഹീമോഗ്ലോബിൻ കൂടിച്ചേരും, അല്ലേ. അവിടെയുള്ള ഓക്സിജനുമായിട്ട് ഹീമോഗ്ലോബിൻ കൂടിച്ചേരും. വായുവറയിൽ പോയി. വായുവറ മീൻസ് ഇതാണ് ശ്വാസകോശത്തിനകത്തുള്ള ഭാഗമാണ് വായുവറ. ഇവിടെ ധാരാളം വായുവറ കാണും. ഇതിനകത്ത് ഓക്സിജൻ ഉണ്ട്, അല്ലേ. ഈ ഓക്സിജനുമായി എന്താണ്? ബ്ലഡ് വെസൽസിൽ, അല്ലേ, രക്തക്കുഴലിനകത്തുള്ള ഹീമോഗ്ലോബിൻ അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കൂടിക്കലർന്നിട്ട് എന്താകുന്നുണ്ട്? ഓക്സി ഹീമോഗ്ലോബിൻ, അല്ലേ, ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നു. അത് പിന്നെ അങ്ങോട്ട് പോകുന്നു, ബ്ലഡ് വഴി ചെടിയുടെ ഭാഗത്ത് പോയിട്ട് ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് ഡിയോക്സി ഹീമോഗ്ലോബിനുമായിട്ട് മാറുക ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നടക്കുന്നത് ഈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയും, PO2. അതായത് ഓക്സിജൻ കൂടുതലുള്ളപ്പോൾ കുറവ്, അങ്ങനെ അതിൻ്റെ മർദ്ദ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുക. അത് പോട്ടെ. അപ്പോൾ ഓക്സിജൻ വായുവറിൽ എന്ത് സംഭവിക്കുന്നത്? ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ കൂടിച്ചേരുന്നു, ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നില്ല. അത് ബ്ലഡ് വഴി പോയിട്ട് എല്ലാ ഭാഗങ്ങളിലും പോകുന്നു, അവിടെ ചെന്ന് ഓക്സിജൻ കൊടുക്കുന്നു, തിരിച്ച് ഡിയോക്സി ഹീമോഗ്ലോബിനായിട്ട് തിരിച്ച് മാറുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഹീമോഗ്ലോബിൻ്റെ പ്രത്യേകത. ഇനി മുതിർന്നവർക്കുള്ള ഹീമോഗ്ലോബിനൊരു പേരുണ്ട്, ഹീമോഗ്ലോബിൻ A എന്നാണ് പറയുക, അല്ലേ, അഡൽറ്റ്. അതുപോലെ ഹീമോഗ്ലോബിൻ F ഉണ്ട്. അതെന്താണ്? അതായത് എഫിന് ഏറ്റവും കൂടുതൽ ഓക്സിജനെ പിടിച്ചു വെക്കാനുള്ള കഴിവ്, ഏറ്റവും കൂടുതൽ. F എന്ന് പറയുമ്പോൾ എന്താണ്? ഫീറ്റസ് എന്ന് ഓർക്കാം നമുക്ക്, എംബ്രിയോ, അല്ലേ, ഫീറ്റസ് എന്ന് ഓർക്കാം, ഭ്രൂണം എന്ന് ഓർക്കാം. ഫീറ്റസ് എന്ന് അറിയത്തില്ല, എല്ലാവർക്കും ഓർക്കാൻ പറ്റുമല്ലോ. ഭ്രൂണാവസ്ഥയിൽ കാണുന്ന അതിൻ്റെ ഉള്ളിലുള്ള ഹീമോഗ്ലോബിനാണത് ഹീമോഗ്ലോബിൻ F എന്ന് പറയുന്നത്. ഇനി ഹീമോഗ്ലോബിൻ S ഉണ്ട്. അതാരാണ്? സിക്കിൾ സെൽ അനീമിയ എന്നൊരു അസുഖമുണ്ടല്ലോ, അല്ലേ, അവിടെ കാണുന്ന ഹീമോഗ്ലോബിൻ എന്താണ്? ഹീമോഗ്ലോബിൻ S ആണ്. ഹീമോഗ്ലോബിൻ A എന്താണ്? അഡൽറ്റ് കാണുന്നതാണ്. F എന്താണ്? ഫീറ്റസ് അല്ലെങ്കിൽ ഭ്രൂണത്തിൽ കാണുന്നതാണ്. S എന്താണ്? സിക്കിൾ സെൽ അനീമിയയിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിനാണ്. ഓക്കെ. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? പിള്ളവാതം ഏതാണ്ട് കാരണമാണ് വിറ്റമിൻ D ആണ് ആൻസർ, അല്ലേ. വിറ്റമിൻ D. നമുക്ക് വേറൊരു അസുഖം എന്താ? റിക്കറ്റ്സ് ലെക്കാണെന്ന് പറയുന്നത്, റിക്കറ്റ് ലെക്കാണെന്നൊക്കെ പറഞ്ഞ് വിറ്റമിൻ ഡിയുടെ എന്ന് പറഞ്ഞാൽ എല്ലുകൾക്കും, അല്ലേ, എല്ലിൻ്റെ വളർച്ച തടസ്സപ്പെടുത്തുന്നതാണ് എന്ത്? വിറ്റമിൻ D കുറഞ്ഞാൽ എല്ലുകളുടെ വളർച്ച തടസ്സപ്പെടുന്നുണ്ട്, അല്ലേ. എല്ലുകളുടെ വളർച്ച തടസ്സപ്പെടുന്ന എന്താണ്? വിറ്റമിൻ D കുറയുമ്പോൾ ഉണ്ട് അസുഖമാണിത്. ഇനി ഇവിടെ വിറ്റമിൻ ഇയുടെ വേറൊരു പേരെന്താണ്? ടോക്കോഫുറോൾ, അറിയാമല്ലോ. വിറ്റമിൻ K എന്ന് പറഞ്ഞാലോ ഫില്ലോക്കിനോൺ എന്നറിയാം. വിറ്റമിൻ E എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലിറ്റി, അല്ലേ, വന്ധ്യതയ്ക്ക് സഹായിക്കുന്ന. വിറ്റമിൻ E കുറയുമ്പോൾ, അങ്ങനെ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലേ. അപ്പോൾ വിറ്റമിൻ K എന്ന് പറഞ്ഞാൽ എന്താണ്? വിറ്റമിൻ K രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകമാണെന്ത്? വിറ്റമിൻ K എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകം. ചൂട് സ്പെസിഫിക്കായി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ പ്രോത്രോംബിൻ എന്ന മാംസ്യം ജീവകം Kയുടെ സാന്നിധ്യത്തിലാണ് നിർമ്മിക്കപ്പെടുക, കരളിൽ വെച്ചിട്ട്. പ്രോത്രോംബിനെ ഓർമ്മയുണ്ടോ? പ്രോത്രോംബിൻ എന്ന് പറയുമ്പോൾ പ്രോത്രോംബിൻ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ഒരു ഘടകമാണ് പ്രോത്രോംബിൻ, അല്ലേ. അത് കരളിൽ വെച്ചാണ് ഉണ്ടാക്കപ്പെടുക. അതിന് സഹായിക്കുന്ന ആരാണ്? ഈ വിറ്റാമിൻ K ആണ്. പ്രോത്രോംബിനെ കരളിൽ വെച്ചുണ്ടാക്കാൻ സഹായിക്കുന്ന ആരാണ്? വിറ്റാമിൻ K ആണ്.
പ്രോത്രോംബിൻ ബ്ലഡ് കട്ട പിടിക്കാൻ അല്ലേ രക്തം കട്ട പിടിക്കാൻ ആവശ്യമുള്ള ഘടകമാണ്. പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറണം അല്ലേ, ത്രോംബിനായിട്ട് മാറണം. അത് പിന്നീട് എന്താവണം, ത്രോംബിൻ പോയിട്ട് എന്താവണം, ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നുണ്ട്. ഇത് കഴിഞ്ഞൊരു ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും പറയണമെന്നുള്ളതാണ്. പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറുന്നുണ്ട് അല്ലേ, ത്രോംബിനായി മാറണം. പ്രോത്രോംബിൻ ഉണ്ടെങ്കിൽ മാത്രമേ ത്രോംബിനായി മാറാൻ പറ്റുള്ളൂ. പ്രോത്രോംബിൻ ഇന്നാക്റ്റീവ് സ്റ്റേജാണ്, ത്രോംബിനാക്കി മാറ്റുന്നുണ്ട്. പിന്നീട് ഇത് ഫൈബ്രിനോജനെ ഫൈബ്രിൻ ത്രെഡ്സ് ആക്കി മാറ്റും. ആ ത്രെഡ്സിലാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുക അല്ലേ. അപ്പോൾ ആദ്യം മുറിവുണ്ടായ ഭാഗത്ത് ത്രോംബോപ്ലാസ്റ്റിൻസ് ഉണ്ടാവണം അല്ലേ, ഈ പ്രോത്രോംബിനും ഒക്കെ പിന്നെ വന്ന് ആക്റ്റീവ് ആയിക്കോളും. അപ്പോൾ പ്രോത്രോംബിൻ അത്യാവശ്യമാണ് ബ്ലഡ് കട്ട പിടിക്കാൻ. അങ്ങനെ വരുമ്പോൾ വിറ്റമിൻ കെ സഹായിക്കണം. എവിടെ വെച്ചിട്ട്, കരളിൽ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്, ഈ വിറ്റമിൻ കെയുടെ സാന്നിധ്യത്തിൽ പ്രോത്രോംബിൻ നിർമ്മിക്കപ്പെടുക. ഓക്കെ, വിറ്റമിൻ ബി അറിയാമല്ലോ അല്ലേ, ബി കോംപ്ലക്സ് തന്നെയുണ്ട് അല്ലേ. B1 ഏതാണ്, തയാമിനാണ്. ബി കോംപ്ലക്സ് അങ്ങനെ കുറേ എണ്ണം ഉണ്ട് അല്ലേ. B1 എന്ന് പറയുമ്പോഴത് തയാമിനാണ്. B2 എന്ന് പറയുമ്പോൾ റൈബോഫ്ലോവിനാണ്. പിന്നെ B3 B5 ഉണ്ടല്ലേ. B3 നമുക്ക് നിയാസിൻ അറിയാം, നിക്കോട്ടിനിക് ആസിഡ്. B5 അറിയാം, പാൻറ്റോത്തിനിക് ആസിഡ്. B6 പിറിഡോക്സിനാണ്. B7 ബയോട്ടിൻ അല്ലേ, ബയോട്ടിനാണ്, ചെറിയ റൂട്ടിൽ വെച്ച് ഉണ്ടാക്കപ്പെടുന്നതാണത്. B9 ഫോളിക് ആസിഡ്. B12 അറിയാം, സൈനക്കോബലാമിൻ അല്ലേ. ഇതെല്ലാം വിറ്റാമിനുകളാണ്. നെക്സ്റ്റ്, വയറ്റിൽ പരിശോധന ഏത് രോഗമായി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? വയറ്റിൽ പരിശോധന ഏത് രോഗമായി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ഇവിടെ എയും ബിയും ഉള്ളൂ, ബാക്കി ഓപ്ഷൻസ്. ഇവിടെ ആൻസർ എന്താണ്, ടൈഫോയിഡാണ്. വയറ്റിൽ പരിശോധന ടൈഫോയിഡാണ്. ടൈഫോയിഡാണ് വയറ്റിൽ പരിശോധന, ടൈഫോയിഡാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇവിടെ ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക് തലത്തിൽ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആര്? ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക് തലത്തിൽ ജീവികൾ എപ്പോഴും ഇവരായിരിക്കും. ഏത് ജീവികൾ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ, തൃതീയ ഉപഭോക്താക്കൾ ഇല്ലേ, വിഘാടകർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ട്രോപ്പിക് തലത്തിൽ വരുന്ന ആരാണ്? ഒന്നാമത് വരുന്ന ആര് തന്നെയാണ്? ഉൽപ്പാദകരാണ്. ഒന്നാമത്തെ ട്രോപ്പിക് തലത്തിൽ വരുന്ന ആരാണ്? ഉൽപ്പാദകർ. ഇപ്പോൾ ജീവമണ്ഡലം എടുക്കുകയാണെങ്കിൽ ആഹാര ശൃംഖല എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്ന ആരാണ്? ആഹാര ശൃംഖല എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്ന ആരാണ്? ഉൽപ്പാദകരാണ്. ആദ്യം വരുന്നത് ഉൽപ്പാദകരാണ്. അത് കഴിഞ്ഞാൽ ആര് വരിക? ഉൽപ്പാദകർ വരുന്നു ആദ്യം. നെക്സ്റ്റ് വരുന്നതാണ് ആര്? ഉപഭോക്താക്കൾ അല്ലേ. ഉപഭോക്താക്കളാണ് അടുത്ത് വരിക, ഉപഭോക്താക്കൾ. ഉൽപ്പാദകരെ കഴിക്കുന്നവരാണെന്ത് ഉപഭോക്താക്കൾ എന്ന് പറയാം. അത് പ്രൈമറി പ്രാഥമിക ഉപഭോക്താക്കൾ കൊണ്ട്, ദ്വിതീയ ഉപഭോക്താക്കൾ കൊണ്ട്, തൃതീയവുമുണ്ട്. അത് കഴിഞ്ഞാണ് എന്ത് വരിക? വിഘാടകർ വരുന്നത്. അതായത് ഉൽപ്പാദകർ ഹരിതസസ്യങ്ങളാണ്, അവരെ കഴിക്കുന്നവരാണെന്ത്? പ്രാഥമിക ഉപഭോക്താക്കൾ. ഇപ്പോൾ ആരായിരിക്കണം? സസ്യഭുക്കുകളായിരിക്കണം അല്ലേ. പ്രാഥമികം എന്ന് പറയുമ്പോൾ ആരായിരിക്കണം? സസ്യഭുക്കുകളാണ്. അടുത്തതേ ആര് വരുന്നുള്ളൂ? മിശ്രഭുക്കൾ അല്ലെങ്കിൽ മാംസ്യഭുക്കൾ വരുള്ളൂ. രണ്ടും കഴിക്കുന്ന ആരാണത്? മാംസ്യഭുക്കുകളാണ്. അപ്പോൾ ഒന്നാം ട്രോപ്പിക് തലത്തിൽ വരുന്ന എപ്പോഴും ആരാണ്? ഉൽപ്പാദകരാണ്. ഏറ്റവും ആദ്യം പച്ച നിറത്തിലുള്ള ഹരിതസസ്യങ്ങളാണ് എപ്പോഴും വരുന്നത്, ഉൽപ്പാദകരെ വർദ്ധിക്കുന്നത് അല്ലേ. അവരെ കഴിക്കുന്നവർ എപ്പോഴും ധരിക്കണം ഉപഭോക്താക്കളിൽ സംശയം വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? അതായത് നേരിട്ടോ അല്ലാതെ സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെന്ത്? ഉപഭോക്താക്കൾ എന്ന് പറയാം അല്ലേ. പ്രാഥമികം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ആര് മനസ്സിലാക്കാം? പുൽച്ചാടി. സസ്യഭുക്കുകളെ മാത്രമേ കഴിയൂ. സസ്യഭുക്കുകളാണ് പ്രാഥമിക ആൾക്കാർ. സസ്യഭുക്കാണ് എപ്പോഴും എന്ത്? സസ്യഭുക്കുകളാണ് എപ്പോഴും പ്രാഥമിക ഉപഭോക്താക്കൾ. സസ്യഭുക്കുന്ന സസ്യങ്ങളെ മാത്രം. ഉദാഹരണം ആരാണ് പറയുക? പുൽച്ചാടി നമുക്ക് പറയാം. പുൽച്ചാടിയാണ് അല്ലേ, പുൽച്ചാടി. വേറെ ആരാ ഉള്ളത് നമുക്ക് പറയാൻ പറ്റുന്നത്? പുൽച്ചാടിയെ പോലെ മാനും മുയലും ഒക്കെ ഉണ്ടല്ലോ, അത് തന്നെ. നെക്സ്റ്റ് ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഈ പ്രാഥമികമായ ആൾക്കാർ അല്ലേ, പ്രാഥമിക ഉപഭോക്താക്കളെ കഴിക്കുന്നവരാണ് ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ എന്താ വരിക? ശരിക്കും ഒരു മാംസഭുക്കുകളാണ്, പ്രാഥമിക മാംസഭുക്കുകളാണ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ തവള തന്നെ എടുക്കാം. ഇനി തൃതീയ ഉപഭോക്താക്കൾ ആരാണ്? തൃതീയ എന്ന് പറയുമ്പോൾ അതായത് ശരിക്കും ഒരു മാംസഭുക്കുകളാണ്. അപ്പോൾ പ്രാഥമിക സസ്യഭുക്കുകൾ തന്നെയാണ്. ദ്വിതീയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? സസ്യവും കഴിക്കുവർ, മാംസവും കഴിക്കും. ഇപ്പോൾ എന്തുവരും? മിശ്രഭോജിയുടെ ഗണത്തിൽപ്പെടുന്നവരും. തൃതീയ എന്ന് പറയുമ്പോൾ ആര് വരുന്നുണ്ട്? ശരിക്കും ഒരു മാംസഭോജികൾ തന്നെയാണ് അല്ലേ. അതായത് ഈ പൂർണ്ണമായും മാംസം കഴിക്കുന്ന അല്ലേ അവരാണെന്ത്?
തൃതീയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കഴുകനും സിംഹവും ഒക്കെ തൃതീയ ഉപഭോക്താക്കൾ വരുന്നതാണ്. പൂർണ്ണമായിട്ടും മാംസം കഴിക്കുന്ന ആൾക്കാരാണ് എന്ത് തൃതീയ ഉപഭോക്താക്കൾ. അപ്പോൾ ഏറ്റവും ആദ്യം ഉൽപ്പാദകർ, പിന്നെ അതിനെ കഴിക്കുന്ന ഉപഭോക്താക്കൾ. അത് 3 കാറ്റഗറി: പ്രാഥമികം, ദ്വിതീയം, തൃതീയമുണ്ട് അല്ലേ. തൃതീയം എപ്പോഴും മാംസഭോജികളായിരിക്കും അല്ലേ. ഇനി വിഘാടകർ എന്താണ്? സസ്യങ്ങളെ ആയാലും ജന്തുക്കളെ ആയാലും അവരുടെ അല്ലേ ശരീര ആവശ്യത്തിൽ മൃതശരീരത്തെ ജീർണിപ്പിക്കുന്ന സൂക്ഷ്മജീവിയാണ് വിഘാടകർ. അത് മരിച്ചു കഴിയുമ്പോൾ അല്ലെ ചത്ത് കഴിയുമ്പോൾ അതിനെ വിഘടിപ്പിച്ച് ലയിപ്പിച്ച് മാറ്റണം. അതാണെന്ത് വിഘാടകർ ചെയ്യുന്നത്. അവരാണെന്ത് വിഘാടകർ. സസ്യഭോജികളെ ആയാലും മാംസഭോജികളെ ആയാലും സസ്യഭുക്കിനെ ആയാലും മാംസഭുക്കിനെ ആയാലും അവർ മൃതശരീരത്തെ ജീർണിക്കാൻ ആര് വേണം? വിഘാടകർ വേണം അല്ലേ. വിഘടിപ്പിക്കുന്ന സംഭവമാണെന്ത് വിഘാടകർ ചെയ്യുന്നത്. ഇപ്പോൾ ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും ആദ്യത്തെ ആൾക്കാർ എന്താണ്? ഉൽപ്പാദകർ, പിന്നെ ഉൽപ്പാദകരിലെല്ലാം ഊ ആണ് അല്ലേ. ഉപഭോക്താക്കൾ, ദെൻ വിഘാടകർ അല്ലേ. ഉൽപ്പാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ എന്ന്. ഉൽപ്പാദകർ, പിന്നെ ഉപഭോക്താക്കൾ, ദെൻ ഉൽപ്പാദകർ, ഉപഭോക്താക്കൾ, ദെൻ വിഘാടകർ അടങ്ങിയ സമൂഹമാണെന്ത് ആവാസവ്യവസ്ഥയിൽ വരുന്ന ജീവിയ ഘടകങ്ങൾ അല്ലേ. ആവാസവ്യവസ്ഥയിലെ ജീവിയ ഘടകങ്ങളാണ് അതൊക്കെ ഉൽപ്പാദകരും ഉപഭോക്താക്കളും വിഘാടകർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഉൽപ്പാദകർ എന്ന് പറയുമ്പോൾ അത് ഹരിതസസ്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഊർജ്ജം ആദ്യം ഊർജ്ജം 90% ഉണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും ഇത് കഴിക്കുമ്പോൾ ഊർജ്ജം കുറഞ്ഞ് വരിക അല്ലേ. ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഊർജ്ജം കുറഞ്ഞു വരികയാണ്. ഓരോ ട്രോപ്പിക് തലത്തിലും ഊർജ്ജം കുറഞ്ഞു വരും അല്ലേ. അങ്ങനെ ഇങ്ങനെ ഭക്ഷണം കഴിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലേ. അങ്ങനെ ജീവികളുടെ ശൃംഖലയാണ്. ഉൽപ്പാദകർ ഭക്ഷണം ഊർജ്ജം ഉണ്ടാക്കുന്നു അല്ലേ. ഇവർ കുറച്ച് കഴിക്കുന്നു, ഇവരും കുറച്ച് കഴിക്കും. അങ്ങനെ ഊർജ്ജം ഇങ്ങനെ കൈമാറ്റം ചെയ്ത് വരികയാണ്. അങ്ങനെ ആ ഒരു ശൃംഖലയുണ്ട്. ഉൽപ്പാദകർ ടു വിഘാടകർ വരെ ഒരു ശൃംഖലയുണ്ട്. ആ ശൃംഖലയാണെന്ത് ആഹാര ശൃംഖല എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഭക്ഷ്യശൃംഖലയിൽ വഴി ഊർജ്ജം വിതരണം നടന്നുകൊണ്ടേയിരിക്കും അല്ലേ. ആദ്യം അതായത് ഹരിതസസ്യം ഉണ്ടാക്കുന്ന ഊർജ്ജം അത് ഇതുവഴി ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു ശ്രേണി പോലെ നടക്കും. ആ ശ്രേണിയാണ് ശരിക്കും എന്ത് ഊർജ്ജശ്രേണി എന്ന് പറയാം. അപ്പം ആഹാര ശൃംഖലയുണ്ട്, ഊർജ്ജശ്രേണിയുണ്ട്. അത് അവിടെ നടക്കുന്നുണ്ട്. ഉൽപ്പാദകർ മുതൽ വിഘാടകർ വരെ അത് ഒരു ശ്രേണി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അല്ലേ. ഈ ആഹാര ശൃംഖല എന്ന് പറയുമ്പം ഗ്രേസിംഗ് ശൃംഖലയുണ്ട്. അതായത് ആഹാര ശൃംഖല എന്ന് പറയുമ്പോൾ ആഹാര ശൃംഖല എന്താണ്? ഉൽപ്പാദകർ ടു വിഘാടകരുള്ള ഒരു ശൃംഖല, ഒരു ചെയിൻ, ഒരു കണ്ണിയാണത്. അപ്പോൾ അതിനകത്ത് ഗ്രേസിംഗ് ശൃംഖലയുണ്ട്, പ്രഡേറ്റർ ശൃംഖലയുണ്ട്, പരാഗ ശൃംഖല, അങ്ങനെ കുറേ 3-4 എണ്ണം ഉണ്ട്. ഡെട്രൈറ്റിസ് ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അതായത് ഗ്രേസിംഗ് ശൃംഖല എന്ന് വെച്ചാൽ എന്താണ്? ഉൽപ്പാദകരിൽ തുടങ്ങിയിട്ട് മാംസഭുക്കളിൽ മാത്രം അവസാനിക്കുന്നതാണെന്ത് ഗ്രേസിംഗ് എന്ന് പറയാം. ഉൽപ്പാദകർ മുതൽ ഇവിടെ വരെ മാംസഭുക്കൾ വരെയുള്ളതാണ് ഗ്രേസിംഗ് എന്ന് പറയാം. ഇനി ഇരപിടിക്കുന്ന ജന്തുക്കൾ അവരെല്ലാം വരുന്നതാണെന്ത് പ്രഡേറ്റർ എന്ന് പറഞ്ഞാൽ ഇരപിടിക്കുന്നതല്ലേ. ഇരപിടിക്കുന്നവർ മാത്രം അടങ്ങിയതാണെന്ത് പ്രഡേറ്റർ ശൃംഖല. ഡെട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ? അതായത് വിഘാടകർ പറഞ്ഞില്ലേ, വിഘാടകർ. ആ വിഘാടകരിൽ മൃതമായ വസ്തുക്കളുണ്ടല്ലോ, അവയിൽ തുടങ്ങി വിഘാടകരിലൂടെ തന്നെ പോകുന്നതാണെന്ത് ഡെട്രൈറ്റിസ് ശൃംഖല. അത് വേണമെങ്കിൽ വളരെ ചോദിക്കാം, വേണമെങ്കിൽ ഡെട്രൈ മലയാളത്തിലും എഴുതി ഡെട്രൈറ്റിസ്. വിഘാടകരിൽ തുടങ്ങിയിട്ട് അല്ലേ, വിഘാടകരിൽ തുടങ്ങി ഇങ്ങോട്ട് മൃതവസ്തുക്കളിൽ വിഘാടകരിൽ തുടങ്ങി അല്ല അകാർബണീയ വസ്തുക്കളിലൊക്കെ അവസാനിക്കുന്നതാണ്. വിഘാടകർ തന്നെ അങ്ങനെ അവസാനിക്കും. മൃതശരീരങ്ങളിൽ അഴുകി ജീർണിപ്പിച്ച് അതിനെ മറ്റ് അകാർബണീയമൊക്കെ ആക്കി മാറ്റുന്നതാണ് എന്ത് ഡെട്രൈറ്റിസ് ശൃംഖല എന്ന് പറയാം അല്ലേ. ഡെട്രൈറ്റിസ് എന്ന് പറയാം. അത് വിഘാടകരുടെ സംഭവം അടങ്ങുന്നതാണെന്ത് ഡെട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. നെക്സ്റ്റ് വൺ, കുട്ടികളുടെ എല്ലുകളെ ദുർബലപ്പെടുത്തുന്ന റിക്കറ്റ്സ് എന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നത് ശരീരത്തിൽ ഡാഷ് കുറയുന്ന മൂലമാണ്. തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പിള്ളവാദം വിറ്റമിൻ ഡി പഠിച്ചില്ലേ, അതേ ക്വസ്റ്റ്യൻ മാറ്റി ചോദിക്കുന്നുണ്ടല്ലോ. കുട്ടികളിലെ എല്ലുകളെ ദുർബലപ്പെടുത്തുന്ന റിക്കറ്റ്സ് എന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നത് ശരീരത്തിൽ ഡാഷ് കുറയുന്നത് മൂലമാണ്. റിക്കറ്റ്സ് ഉണ്ടാകുന്നത് എന്ത് കുറയുന്ന മൂലമാണ് അല്ലേ? വൈറ്റമിൻ ഡി കുറയുന്നതുകൊണ്ടാണ് റിക്കറ്റ്സ് എന്ന അസുഖം അല്ലേ. റിക്കറ്റിൻ്റെ വേറൊരു പേരെന്താണ്? കണയെന്നാണ് അറിയപ്പെടുക. വൈറ്റമിൻ ഡി കുറയുമ്പോഴാണ് അല്ലേ ഉണ്ടാവുക. ഇപ്പോൾ കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ ആഗിരണം ചെയ്യണമെങ്കിൽ ആരും കൂടി വേണം? വിറ്റമിൻ ഡിയുടെ ആവശ്യം ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ഏറ്റവും ചെറിയ അസ്ഥി
ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ഉത്തരം സ്റ്റേപ്പീസ് അല്ലേ. സ്റ്റേപ്പീസ് എന്ന അസ്ഥി എവിടെയാണ് കാണുക? സ്റ്റേപ്പീസ് ചെവിയിലാണ് അല്ലേ. ചെവിയുടെ ആന്തരകർണത്തിലാണ് എന്തുള്ളത്? 3 അസ്ഥികൾ. ഏതൊക്കെയാണത്? മാലിയസ് അല്ലേ, മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പീസ്. മാലിയസ് 3 അസ്ഥികളുണ്ട്. മാലിയസ് ചെവിക്കകത്ത്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പീസ്. ഈ 3 അടങ്ങിയതാണ് എന്ത്? ചെവിക്കകത്തെ ആന്തരകർണത്തിലുള്ള അസ്ഥികളാണ് മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പീസ് എന്ന് പറയുമ്പോൾ. ഇനി മറ്റ് അസ്ഥികൾ മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പീസ് ആണ് 3 അസ്ഥികൾ അല്ലേ. ബാക്കി നമുക്ക് നോക്കാം. തുടയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തുടയൽ മീൻസ് ഫീമർ അല്ലേ. ഫീമറാണ് തുടയൽ. ഫീമർ, തുടയിലെ അസ്ഥിയാണ് ഫീമർ. തുടയലിലാണ് ഫീമർ എന്ന് പറഞ്ഞാൽ അല്ലേ. ഇനിയുള്ളത് എന്താ പറയുക, ഇവിടെ ടിബിയ ഉണ്ട്. ടിബിയ എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഹ്യൂമറസ് എന്ന് പറഞ്ഞ അസ്ഥി നമ്മുടെ അപ്പർ ആമില്ലേ, കയ്യിലുള്ള അസ്ഥിയാണ് ഹ്യൂമറസ് എന്ന് പറഞ്ഞ അസ്ഥി. ഹ്യൂമറസ് കയ്യിലുള്ള അസ്ഥിയാണ്. അതുപോലെയുള്ളത് ടിബിയ എന്ന് പറയുമ്പോൾ ടിബിയയും ഫിബുലയും ഉണ്ട്. ടിബിയും ഫിബുല, ടിബിയയും ഫിബുലയും ഉണ്ട്. ഇവരവിടെ കാണുന്ന മുട്ടിന് താഴെയുള്ള ഭാഗത്ത് കാണുന്നതാണെന്ത്? ടിബിയയും ഫിബുലയും എന്ന് പറഞ്ഞാൽ. ടിബിയയും ഫിബുലയും എവിടെയാണ്? മുട്ടിന് താഴെ കാണപ്പെടുന്ന അവസ്ഥയാണ് ടിബിയ ഫിബുല എന്ന് പറഞ്ഞവർ. ഓക്കെ. അതുപോലെ റേഡിയസ് ആൻഡ് അൾനയുണ്ട്. അതാണ് നമ്മുടെ കയ്യിൽ അല്ലേ, ഫോർ ആമിൽ. ഓക്കെ, ഫോർ ആമിൽ കാണുന്ന, കണങ്കയിൽ കാണുന്ന അസ്ഥികളാണ് റേഡിയസ് ആൻഡ് അൾന. റേഡി ആൻഡ് അൾന, കയ്യിൽ കാണുന്ന അസ്ഥികളാണ് ഇത് 2. ഓക്കെ. അപ്പോൾ ഇവിടെ ചെറിയ അസ്ഥി സ്റ്റേപ്പീസാണ്. മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പീസ് ആന്തരകർണത്തിൽ കാണുന്നില്ലേ. തുടയിൽ ഫീമർ എന്നാണ് അറിയപ്പെടുക. ഹ്യൂമറസ് നമ്മുടെ കയ്യിൽ ഏറ്റവും അല്ലേ, അപ്പർ ആമിൻ്റെ അടുത്ത അസ്ഥിയാണ്. പിന്നെ ഫിബുലയും ഇതിൻ്റെ ബാക്കി ഭാഗത്തുള്ളതാണ്. ടിബിയയും ഫിബുലയും എന്ന് പറഞ്ഞാൽ. ബാക്കി അടുത്ത ഭാഗം എന്താണ്? കാലിൻ്റെ ബാക്കി ഭാഗം ടാർസസ് ആണ് അല്ലേ, ടാർസസ് ആണ്. ഓക്കെ, അത്രയും കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മീ. ഡൗട്ട്സ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. താങ്ക് യു.